അപ്പോൾ സിനിമാ പാട്ട് എഴുത്തിന് പുറത്ത് പാട്ടെഴുത്തിന് വിപുലമായ സാധ്യതയും സൗകര്യവും സന്ദർഭമൊക്കെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഈ 4200 പാട്ടുണ്ടായത്. എൻ്റെ തലമുറയിൽ എനിക്ക് മാത്രം ലഭിച്ച അപൂർവ ഭാഗ്യമാണ് MK അർജുനൻ മാഷൻ, വൈപ്പിൻ സുരേന്ദ്രൻ, കുമരകൻ രായപ്പൻ, അതുപോലെ ഫ്രാൻസിസ് വലപ്പാട്, കലവൂർ ബാലൻ. 5 പേരും ജീവിച്ചിരിപ്പില്ല. ഈ 5 പേരോടടുത്ത് ഹാർമോണിയ പട്ടിക്ക് അടുത്ത് ഇരിക്കാൻ എന്നെ തുല്യതയോടെ അവർ കണ്ടു. ഈ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതിയാണ് എനിക്ക് ഒരു എൻട്രി കിട്ടുന്നത് സിനിമയിൽ. അതിനുശേഷം ഞാൻ വെട്ടത്തിലും ഐ ലവ് യു ഡിസംബർ എന്ന പാട്ട് എഴുതി. അതുകൊണ്ട് ഒരിക്കലും ഇത് ഒരു ട്രാൻസ്ലേഷൻ അല്ലായിരുന്നു. ദിസ് ഇസ് എ ട്രാൻസ്ക്രിയേഷൻ 100%. കാര്യം ഈ പറയുന്ന ഫസ്റ്റ് ആര്യയിലെയോ പ്രണയമായിലെയോ പാട്ടൊക്കെ മൂലഭാഷയിൽ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അതിൻ്റെ ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. ഈ വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് പറയുന്നത് ആ കഥാപാത്രം തന്നെ ഞാനാണ്. സിദ്ദിഖ് കരിഞ്ചിസ് ജോയ് അപ്പുറത്തെ മുറിയിലിരുന്ന് അല്ലു അർജുനൻ്റെ ശബ്ദം എങ്ങനെ കൊടുക്കാമെന്നതിനെ കുറിച്ച് തലപുകഞ്ഞ് ആലോചിക്കുകയും ഞാനിപ്പുറത്തിരുന്ന് അതിന് പാട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ജിസ് ജോയ് കാണുന്നുണ്ട് ഈ വല്ലാത്ത ഗതികേടൊക്കെ. അപ്പോൾ ഞാനൊരു വയലാറിൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. വയലാറിൻ്റെ അയൽഗ്രാമമായ കടക്കരപ്പള്ളിയിലാണ് എൻ്റെ ജനനം. അദ്ദേഹം പറയും എൻ്റെ പ്രിയപ്പെട്ട അനുജനാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ട ദൈവം എന്നാണ് മനസ്സിൽ എപ്പോഴും ആലോചിക്കാറുള്ളത്. ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ വാക്കായി പോകുന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് ആദ്യമായി ഒരു അയ്യപ്പ ഗാനം എഴുതാൻ അവസരം തന്നു. ആ അയ്യപ്പ ഗാനം ഇപ്പോഴും കഴിഞ്ഞ 30 വർഷക്കാലത്ത് ഏറ്റവും വലിയ ഹിറ്റാണ്. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ മല്ലരാക്കി തീർക്കണേ എന്ന പാട്ട്. ക്യൂ സ്റ്റുഡിയോയിൽ രാജീവ് ആലങ്കൽ. നമസ്കാരം. നമസ്കാരം. 4000-ഓളം പാട്ടുകൾ എഴുതിയ ഒരാളോട് ചോദിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു ബാലികറ പോലെയാണ് എനിക്ക്. ഞാൻ നോക്കുമ്പം 4000-ഓളം പാട്ടുകൾ എന്ന് പറയുമ്പം സർ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ഓരോ പാട്ടും വ്യത്യസ്തമായ വാക്കുകൾ വെച്ചാണ് തുടങ്ങിയത് എന്ന് പറയുന്നത് കേട്ടു. എനിക്കൊന്ന് അവിടുന്ന് തുടങ്ങാം നമുക്ക് ഇൻ്റർവ്യൂന്ന്. ഓരോ പാട്ടുകളും വേറെ വാക്കുകളിൽ നിന്ന് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം പദസമ്പത്ത് വേണം നമുക്ക്. ഈ പദസമ്പത്ത് പാട്ടുകൾക്ക് വാക്കുകൾ തിരഞ്ഞെടുക്കുന്നത്, ഇതിൻ്റെ ഒരു ജേണി ഉണ്ടല്ലോ, ആകെ മൊത്തം 19 വയസ്സിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആ ഒരു ജേണി എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്തു പോണേ? അത് ഇപ്പോൾ ചോദിച്ച ചോദ്യം എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ ചോദിക്കുന്നത്. അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. പിന്നെ വഴിയിലൂടെ ഞാൻ നടക്കുന്നു എന്നതിനപ്പുറം ഞാൻ തന്നെ വഴിയാകുന്ന ഒരനുഭവമുണ്ട്. എനിക്ക് വേറെ വഴിയില്ല. ആ വഴി ഞാൻ തന്നെയാവുന്ന ഒരു വല്ലാത്ത അനുഗ്രഹം ഈ കഴിഞ്ഞ 30 വർഷക്കാലം കൊണ്ട് സംഭവിക്കുകയാണ്. അപ്പോൾ സിനിമാ പാട്ട് എഴുത്തിന് പുറത്ത് പാട്ടെഴുത്തിന് വിപുലമായ സാധ്യതയും സൗകര്യവും സന്ദർഭമൊക്കെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഈ 4200 പാട്ടുണ്ടായത്. അത് ഞാൻ നാടകത്തിൽ 19ാമത്തെ വയസ്സിൽ എഴുതാൻ തുടങ്ങിയത് കൊണ്ടാണ്. ഒരിക്കലും സിനിമയിൽ ഇപ്പോഴുള്ള പിന്നെ വല്ലാത്ത അനുഗ്രഹം കിട്ടിയ പുതിയ തലമുറയിലെ ആൾക്കാർക്ക് സിനിമയിൽ ലാൻഡ് ചെയ്യാനൊത്തു. ഞാൻ ആ സിനിമയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു 15 വർഷത്തെ യാത്ര നടത്തിയിട്ടുണ്ട്. ആ 15 വർഷം കൊണ്ട് എനിക്ക് സംഭവിച്ചതാണ് ഈ 2800-ഓളം പാട്ടുകൾ. അത് വളരെ പുഷ്കലമായ ഓഡിയോ കാസറ്റ് രംഗം, അതിനേക്കാൾ പുഷ്കലമായ പ്രൊഫഷണൽ നാടകരംഗം, വളരെ പ്രൗഢമായ രംഗങ്ങളാണ് രണ്ടിനും പ്രൗഢി ഉണ്ടാകണമെങ്കിൽ സിനിമാ പാട്ടെഴുത്തുകാരനാകണം. എന്നാലേ ഇതിൻ്റെ ചരിത്രത്തിന് പ്രൗഢി ഉണ്ടാവും, സമൂഹം വിലയിരുത്തും. പക്ഷെ ഞാൻ സിനിമയിലേക്കാൾ വളരെ ആരാധനയോടെയും ആഹ്ലാദത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും ഹൃദയത്തിൽ കൊണ്ടാടി ജീവിതം അർത്ഥപൂർണ്ണമാണെന്ന് വല്ലപ്പോഴുമൊക്കെ വിചാരിക്കുന്നത് ഈ നാടകരംഗത്തും കാസറ്റ് രംഗത്തും വന്നതുകൊണ്ടാണ്. എനിക്ക് മാത്രം, എൻ്റെ തലമുറയിൽ എനിക്ക് മാത്രം ലഭിച്ച അപൂർവ ഭാഗ്യമാണ് MK അർജുനൻ മാഷൻ, വൈപ്പിൻ സുരേന്ദ്രൻ, കുമരകൻ രായപ്പൻ, അതുപോലെ ഫ്രാൻസിസ് വലപ്പാട്, കലവൂർ ബാലൻ. 5 പേരും ജീവിച്ചിരിപ്പില്ല. ഈ 5 പേരോടടുത്ത് ഹാർമോണിയ പട്ടിക്ക് അടുത്ത് ഇരിക്കാൻ എന്നെ തുല്യതയോടെ അവർ കണ്ടു. അവരെന്ന് AP ഗോപാലനും പൂച്ചാക്കൽ ഷാഹുലും അതുപോലുള്ള വലിയ ഗാനരചയിതാക്കൾ, എൻ്റെ സീനിയർ ആയ എൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ളവരോട് ഇരുത്തിയ അതേ പരിഗണനയോടെ എന്നെ ഇരുത്തി. അതിനുശേഷം ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ സിനിമ അസാധ്യമാണ്. ഓഡിയോ കാസറ്റ് രംഗം അത്രയേറെ ശക്തമാണ്. ഒരു സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്ന പ്രതിഫലം ഓഡിയോ റൈറ്റുള്ള കാലമാണ്.
അപ്പോൾ അതുകൊണ്ട് സിനിമ ഒരു സ്വപ്നമായിരുന്നില്ല. അടുത്ത സ്റ്റെപ്പ് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ആരാധിക്കുന്ന യേശുദാസും ജയേന്ദ്രനും ചിത്രയും സുജാതയും എം ജി ശ്രീകുമാറും ഓഡിയോ കാസ്റ്റ് രംഗത്തും ഉണ്ടല്ലോ. അപ്പോൾ അവർ എൻ്റെ സഹപ്രവർത്തകരാകും. അവിടെ എത്തിയപ്പോഴുണ്ടായ ഭാഗ്യമാണ് ഈ ജയവിജയ, ദക്ഷിണാമൂർത്തി, രവീന്ദ്രൻ മാഷ്, അതുപോലെ എം ജി രാധാകൃഷ്ണൻ, ടി എസ് രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ഇവരുമായിട്ടൊക്കെ സഹകരിക്കാൻ കഴിയുന്നു. തരങ്കിണിയും മാഗ്ന സൗണ്ടും ഉൾപ്പെടെയുള്ള കാസറ്റുകൾ വളരെ സജീവമായി, അതും എൻ്റെ തലമുറയിൽ എൻ്റെ മാത്രം ഭാഗ്യമാണ്. ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഈ 135 സിനിമയിലും എഴുതിയിട്ടും എനിക്ക് 50 വയസ്സായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പോരായ്മ. കാര്യം എൻ്റെ മഹാഗുരുക്കന്മാരോടൊപ്പമുള്ള യാത്രയായതുകൊണ്ട് എൻ്റെ ഈ പറഞ്ഞ ഈ നമ്പരൊന്നും ഇപ്പോൾ ചർച്ചയല്ല, ഇപ്പോൾ പരിഗണനാർഹമല്ല. കാര്യം ഞാൻ നിൽക്കുന്നത് ഒരുപാട് സൂര്യന്മാർക്ക് നടുവിൽ ഒരു മിന്നാമിനുങ്ങായാണ്. എൻ്റെ മഹാഗുരുക്കന്മാരായ സൂര്യന്മാർക്ക് നടുവിലാണ് ഞാൻ. പക്ഷെ അവരോടൊപ്പമാണ് ഞാൻ ഈ ഇത്രയും പാട്ടുകൾ എഴുതിയത് എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ഇത് പറയുമ്പോൾ നാടകം എഴുതുന്ന പോലെയല്ല സിനിമയ്ക്ക് എഴുതുന്നത്. അവിടെ നിന്നും മാറിയിട്ട് എനിക്ക് തോന്നുന്നു ആദ്യകാലങ്ങളിൽ തർജ്ജമ വരുന്ന, ഡബ്ബിന് വരുന്ന പാട്ടുകൾ എഴുതുക എന്ന് പറയുന്നത് അതിലും ചലഞ്ചാണ്. എന്നോട് ഞാൻ ആദ്യം ഇൻ്റർവ്യൂ എടുക്കുന്ന റഫീഖ് അഹമ്മദ് സാറിനെയാണ്. അപ്പം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഡബ്ബിന് പാട്ട് എഴുതുന്നത് എൻജോയ് ചെയ്യാറുണ്ട്, അവിടെയാണ് ചലഞ്ച് വരുന്നത് എന്നുള്ളത്. അത് ലൈക്ക് ഈ പറയുന്ന ചലഞ്ച് ഉണ്ടല്ലോ, ആ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകരുത്, ഓൾറെഡി ഒരാൾ എഴുതി വെച്ചതിനോട് ചേർന്ന് നിൽക്കുകയും വേണം, ഭാഷ അറിയണം എന്നുള്ളൊരു കാര്യം കൂടെ, നമുക്കറിയാത്തൊരു ഭാഷ അറിയണം എന്നും കൂടെ ഉണ്ട്. ഇതെങ്ങനെയാണ് അതിലേക്ക് എത്തുന്നതും അതിനെ ക്രാക്ക് ചെയ്യുന്നതും എങ്ങനെയാണ്? ഈ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതിയാണ് എനിക്ക് ഒരു എൻട്രി കിട്ടുന്നത് സിനിമയിൽ. അതിനുശേഷം ഞാൻ വെട്ടത്തിലും ഐ ലവ് യു ഡിസംബർ എന്ന പാട്ട് എഴുതി. പക്ഷേ എനിക്ക് സിനിമയിൽ സജീവമാകാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈ ഡബ്ബിംഗ് സിനിമ എന്നെ കടാക്ഷിച്ചത്. ശ്രീ ഖാദർ ഹസൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട നിർമ്മാതാവ് എന്നെ സമീപിക്കുകയായിരുന്നു, ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു. എനിക്ക് അതിൻ്റെ ടെക്നിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും ഭാഷയും അറിയാൻ പാടില്ലായിരുന്നു. മൂലഭാഷ അറിയാൻ പാടില്ലാതെ ഒരു മുറിക്കകത്തിരുന്ന് ഞങ്ങൾ കൊണ്ടാടിയ പാട്ടുകളാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് ഒരു ട്രാൻസ്ലേഷൻ അല്ലായിരുന്നു. ദിസ് ഇസ് എ ട്രാൻസ്ക്രിയേഷൻ 100%. കാര്യം ഈ പറയുന്ന ഫസ്റ്റ് ആര്യയിലെയോ പ്രണയമായിലെയോ പാട്ടൊക്കെ മൂലഭാഷയിൽ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അതിൻ്റെ ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മറ്റൊന്നും പറയുമല്ലോ, ഇപ്പോൾ കബൂത്തർ ജ ജ എന്ന് പറഞ്ഞ പാട്ട് കബോധമേ പോ 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 എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വാൽമീകി രാമായണത്തിലെ പ്രസിദ്ധമായ ഒരു വാക്കാണ് മാടപ്രാവിന് കബോധം. പക്ഷെ അത് 19 വയസ്സുകാർ പറയില്ല എന്ന് ചിന്തിക്കാഞ്ഞത് ഈ ഡബ്ബിംഗ് പടത്തിൽ എപ്പോഴും ട്രാൻസ്ലേഷനാണ് നടന്നുകൊണ്ടിരുന്നത്. അത് ട്രാൻസ്ക്രിയേഷൻ ആയതുകൊണ്ടാണ് ഈ നാദാ ബംഗ സോറിയുടെ അർത്ഥം അറിയാൻ പാടില്ലാതെ 4000 ആക്കിയത്. മനസ്സിലായില്ലേ? ഇപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡബ്ബിംഗ് പടത്തിലെ പാട്ട് എഴുതാൻ നേരത്ത് എനിക്കുണ്ടായ ഗുണം ട്യൂണിട്ട് പാട്ട് എഴുതാനുള്ളൊരു എക്സ്പീരിയൻസ് ഒരുപാട് കൂടി. അതൊരു കളരിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഡബ്ബിംഗ് പടത്തിലെ പാട്ട്. പിന്നെ ഡബ്ബിംഗ് പടത്തിൽ നിന്ന് ഞാൻ സൂത്രത്തിൽ മാറുകയാണ്. ഞാൻ ഇനി എഴുതില്ല എന്ന് പല ഇൻ്റർവ്യൂവിൽ പറയുകയും അവരോട് എനിക്ക് അവസരം തന്നവരോട് വിളിച്ചു പറയുകയും ചെയ്യാനുള്ള കാരണം ഇന്നതൊരു തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അസാമാന്യ ധൈര്യമായിട്ട് ഞാൻ എന്നെ തന്നെ വിലയിരുത്തുന്നുണ്ട്. കാര്യം നന്നായി പ്രതിഫലം കിട്ടിയ ഒരു സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് നമ്മൾ പതുക്കെ ഇനി എഴുതില്ല എന്ന് പറയാൻ കാര്യം ഈ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന സിനിമയിൽ എഴുതിയിട്ട് രണ്ടാമത് പ്രിയദർശൻ എന്ന മഹാസംവിധായകൻ എന്നെ അവസരം തന്നിട്ടും എനിക്ക് മൂന്നാമതൊരു സിനിമ കിട്ടുന്നില്ല മലയാള സിനിമയിൽ. ഈ ഡബ്ബിംഗ് പടത്തിൽ പാട്ട് എഴുതി ഇതിന് ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്ന പലർക്കും ഉള്ള ഒരു ദുര്യോഗം, അവരെ മലയാള സിനിമ കടാക്ഷിക്കില്ല. സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും അറിയാം ഈ ഡബ്ബിംഗ് പടത്തിലെ പാട്ട്. പക്ഷെ മലയാള സിനിമാ വ്യവസായം, ആ വ്യവസായത്തിലെ ഒരു വല്ലാത്ത കടാക്ഷം ഉണ്ടാവണമെങ്കിൽ ആ നദിയിലൂടെ തന്നെ വളരെ വേഗത്തിൽ ഒഴുകണം. അപ്പോൾ ഈ നദിയിൽ നിന്ന് പതുക്കെ കരകയറി മറ്റേ നദിയിലേക്ക് എടുത്ത് ചാടും എന്നുള്ളതായിരുന്നു അപ്പോഴത്തെ ഒരു തോന്നൽ. ഇത് ഞാൻ ഇപ്പം ഈ ചോദ്യത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എഴുതിയതുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഇപ്പം ഈ പറഞ്ഞ മലയാള സിനിമ ഇതിനൊരു സെക്കൻഡറി മീഡിയമായിട്ടാണ് കാണുന്നത്, ഡബ്ബിംഗ് സിനിമകളെ തരം താഴ്ത്തിയാണ് കാണുന്നത് എന്നുള്ളത്. എനിക്കൊന്ന് ഒരു പരിധിവരെ പ്രേക്ഷകരും പ്രത്യേകിച്ച് പുതിയ തലമുറ അതിനെ അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ എന്താ പറയുക, വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് പറയുന്നത് മീം മെറ്റീരിയലാണ്.
അതിനെ വിമർശനമായിട്ടാണല്ലോ ആളുകൾ കൊണ്ട് നടക്കണേ. ആ വിമർശനം സാർ എടുക്കുന്നത് എങ്ങനെയായിരുന്നു? അതിനെ അഭിമുഖീകരിക്കുന്നതും അതിനെ എന്താ ഈ പറഞ്ഞ പോലെ അതൊന്ന് വിട്ടുപോരുന്നുണ്ടല്ലോ, അതും എങ്ങനെയായിരുന്നു? ഈ വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് പറയുന്നത് ആ കഥാപാത്രം തന്നെ ഞാനാണ്. സിദ്ദിഖ് കാര്യം ജിസ് ജോയ് അപ്പുറത്തെ മുറിയിലിരുന്ന് അല്ലു അർജുനൻ്റെ ശബ്ദം എങ്ങനെ കൊടുക്കാമെന്നതിനെക്കുറിച്ച് തലകുഞ്ഞ് ആലോചിക്കുകയും ഞാനിപ്പുറത്തിരുന്ന് അതിന് പാട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ജിസ് ജോയ് കാണുന്നുണ്ട് ഈ വല്ലാത്ത ഗതികേടൊക്കെ. അപ്പോൾ ഞാനൊരു വയലാറിൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. വയലാറിൻ്റെ അയൽഗ്രാമമായ കടക്കരപ്പള്ളിയിലാണ് എൻ്റെ ജനനം. അപ്പോൾ വയലാർ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. വയലാർ ഒരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ചേർത്തലക്കാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്തെങ്കിലുമൊക്കെ നല്ല പദങ്ങൾ ഉപയോഗിച്ച് പാട്ടെഴുതി സിനിമയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു വരുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതേണ്ടി വരുന്നു എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. പക്ഷെ ഞാനത് അത് അഭിമാനമായിട്ട് തന്നെയാണ് കരുതുന്നത്. ഈ 2 വലിയ പടത്തിൽ എഴുതിയിട്ടും കോളേജ് ക്യാമ്പസുകളിൽ ഒരുപാട് സഞ്ചരിക്കാൻ, അവിടുത്തെ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ, ഇപ്പോൾ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാനൊക്കെ എനിക്ക് കഴിഞ്ഞത് ഈ പ്രണയമായ ആര്യ എന്ന സിനിമയിലൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ്. യൂത്ത് ഏറ്റെടുക്കുകയാണ്. പക്ഷെ മലയാള സിനിമാ വ്യവസായത്തിൽ ഞാനൊരു ഭാഗമാവില്ല അപ്പോഴും. അത് വേറെ 2ാം കിട ഒരു പരിപാടിയാണ്. അത് ഇതിൻ്റെ ഒരു ഏർപ്പാടല്ല, നമ്മുടെ വ്യവസായത്തിലല്ല. ഇത് സമാന്തരമായി സഞ്ചരിക്കുന്ന ഒരു 3ാം കിട പരിപാടി പോലും ആണെന്ന് തോന്നുന്ന ഒരു അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നി ആ സമയത്ത്. കാര്യം എൻ്റെ സ്വപ്നം വേറെയാണല്ലോ. അത്തരം പിന്നെ ഒരു ചിന്ത ഉണ്ടായത് നല്ലതാണെന്ന് പിൽക്കാലത്ത് തോന്നിയിട്ടുണ്ട്. കാര്യം എനിക്ക് മലയാള സിനിമയിൽ സജീവമായിട്ട് 135ഓളം സിനിമയിൽ എഴുതി ഒരു 100 സിനിമയ്ക്കുള്ളിലൊക്കെ പാട്ട് എഴുതിയ ഒരു 10-18 പേരെ കൂട്ടി നോക്കിയാൽ ഉണ്ടാവുള്ളൂ. അത് അങ്ങേയറ്റത്ത് സീനിയേഴ്സ് തൊട്ട് ഇങ്ങേറ്റത്ത് വരെ നോക്കിയാലേ ഈ 100-125 പടത്തിൽ എഴുതി പിന്നീട് അങ്ങോട്ട് കയറിപ്പോയവരെ. കാര്യം അത് ഒരു ക്വാളിറ്റി കൊണ്ടല്ല. ഈ രംഗത്ത് ഈ കളി നമ്മൾ രാഷ്ട്രീയത്തിൽ കളിച്ചാൽ ഒരു DCC പ്രസിഡൻ്റ് ആകാമെന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും. അത്രയ്ക്ക് പൊളിറ്റിക്സാണ്. എങ്ങനെയൊക്കെയോ ഒരുപാട് പേരുടെ സഹായം ഉണ്ടാവണ്ടേ. വിപുലമായൊരു രംഗത്ത് ഒരു ബന്ധവുമില്ലാത്തവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായിട്ട് നീങ്ങണ്ടേ. അപ്പോൾ അതൊരു ടാസ്ക് തന്നെയായിരുന്നു. അതേപോലെ ഐ ലവ് യു ഡിസംബർ എന്നെഴുതിയ അതേ ആൾ തന്നെയാണ് ഇനിയും കൊതിയോടെ കാത്തിരിക്കാം എന്നും എഴുതുന്നത്. ഇത് രണ്ടും അതായത് ഇംഗ്ലീഷ് വാക്കുകളെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നു, അതേസമയം മലയാളത്തിൻ്റെ നമുക്ക് എന്താ പറയുക മനസ്സിലാവുന്ന ഭംഗിയുള്ള പദങ്ങൾ വെച്ച് മറ്റൊരു തരത്തിലുള്ള പാട്ടുകൾ ഉണ്ടാക്കുന്നു. ഇത് രണ്ടും 2 എക്സ്ട്രീമുകളാണ്. ഈ ഇംഗ്ലീഷ് വാക്കുകളെ മലയാളത്തിലേക്ക് കൊണ്ടുവരും മലയാളം പാട്ടുകളിൽ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ വരും. അത് എനിക്ക് തോന്നുന്നു ഞാൻ ലേറ്റസ്റ്റായി സംസാരിച്ച എല്ലാവരോടും ഇതേ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് വിമർശനമായിരുന്നു ആ കാലത്തും. അതിനെ എന്താ പറയുക, പോട്ടെ ഇത് ആവശ്യമാണ്, ഇതിന് ഇംഗ്ലീഷ് വാക്കാണ് ആവശ്യം എന്ന് തീരുമാനിക്കുന്നൊരു മൊമെൻ്റ് ഉണ്ടാവുമല്ലോ, അതും എങ്ങനെയാണ്? ഈ സിനിമാ പാട്ട് ഒരു പക്ഷേ ഒരു എന്താ പറയുന്നത്, പിന്നെ വിഡ്ഢിക്ക് വേണ്ടിയും വേദാന്തിക്ക് വേണ്ടിയും തവളമെടുത്തക്കാരന് വേണ്ടി എഴുതേണ്ടി വരുമെന്ന് ഗിരീഷ് പുഞ്ചേരി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ആർക്ക് വേണ്ടി എഴുതുന്നു അതുപോലെയാണ്. ഇപ്പോൾ ഡബ്ബിംഗ് പടത്തിലെ കാര്യം നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഒരു BA കാരും MA കാരും തമ്മിലുള്ള ഒരു റാഗിങ് സോങ് ഉണ്ട്, ഒരു പ്രണയമായാൽ. അവിടെ എന്താണ് പറയുന്നതെന്ന് ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങൾ അന്ന് അവിടെ ചർച്ച ചെയ്ത് എഴുതിയത് കമ്പ്യൂട്ടേഴ്സും ആർട്സും സയൻസും മാത്സും കോമേഴ്സും പരുക്കൻ ക്ലാസ് റൂം സബ്ജക്ട്സ് ഇതെല്ലാം അപ്പടി നോയ്സൻസ്. അപ്പോൾ മറ്റേവർ ക്യാമ്പസിൻ പടിയേറി വരുന്നവർ അറിയുക മാനേഴ്സ്, പഠിക്കൂ പുത്തൻ ലോ ബുക്സ്, വെരി ഇമ്പോർട്ടൻറ്റ് സിലബസ്. ഇപ്പോൾ ന്യൂജൻ എന്ന് പറഞ്ഞ് കൊണ്ടാടുന്നത് 23 വർഷം മുമ്പേ സംഭവിച്ചു എന്ന് പറയുമായിരുന്നു ഞാൻ. 23 വർഷം മുമ്പ് നമ്മൾ എഴുതിയ പാട്ടാണത്. അപ്പോൾ ഐ ലവ് യു ഡിസംബർ എന്ന പാട്ട് അവിടെ ആ സാഹചര്യം ആവശ്യപ്പെടുന്നത് അതാണ്. അതിനുശേഷം ഒരുപാട് താമസിയാതെ ഇനിയും കൊതിയോടെയെന്നോ പ്രിയതമേ ശകുന്തളെ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ, അത് ദുഷ്യന്തൻ എന്ന് പറയുന്ന ഒരു വലിയ രാജാവ് പാടുന്നതാണ്. സംസ്കൃത ഒക്കെ അറിയാവുന്ന ഒരു രാജാവ് പാടുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ. അത് പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട കാമുകിയോട് ഒരു രാജാവിൻ്റെ എല്ലാ ഗരിമയുമുള്ള ഭാഷയിൽ തന്നെ ആയിരിക്കണം അത് അവതരിപ്പിക്കേണ്ടത്. ഓരോന്നിനും ഓരോ ഭാഷയുണ്ട്. ആ ഭാഷയ്ക്കനുസരിച്ച് നമ്മൾ മാറുകയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ നേരത്ത് ഇമേജിൻ്റെ തടവുകാരാവരുത്. ഇമേജിൻ്റെ തടവുകാരാകാനുള്ള യാതൊരു വിധത്തിലുള്ള പ്രൗഢിയും എൻ്റെ പൂർവ്വകാല ചരിത്രമോ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്തും എഴുതാം ഇപ്പോഴും. ഞാനിപ്പോൾ ഏറ്റവും വലിയ, അതായത് പിന്നെ പ്രിയദർശൻ സാറിൻ്റെ പടത്തിലെഴുതിയ ആ വർഷം തന്നെയാണ് ഞാൻ 12 പ്രൊഫഷണൽ നാടകത്തിൽ പാട്ട് എഴുതിയത്. 20ഓളം കാസറ്റിൽ എഴുതിയതൊക്കെ ആ വർഷം തന്നെയാണ്. ഈ നാടകത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ
നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് പുറത്തു പറയാൻ പോലും ആവില്ല. പക്ഷേ അത് നാടകമാണെന്ന ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ ഒരു ബാലയ്ക്ക് എഴുതും ഞാൻ ആ സമയത്ത്. ആ വർഷം തന്നെ ചിൽഡ്രൻ സോങ്സ് എഴുതി, ആ വർഷം തന്നെ ദേശഭക്തി ഗാനം എഴുതി, ലളിതഗാനം എഴുതി. പാട്ടെഴുതാൻ നേരത്ത് ഇത് ലളിതഗാനമാണ്, ഇച്ചിരി ആത്മാർത്ഥത കുറച്ചേക്കാം, പ്രിയദർശൻ സാറിൻ്റെ മുമ്പിലാണ്, ഇച്ചിരി ആത്മാർത്ഥത കൂട്ടിയേക്കാമൊന്നുമില്ല. എല്ലാം കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഉള്ളെരിയണം, ഉള്ളൊന്ന് പുകയണം, ഒന്ന് നീറണം, കണ്ണൊന്ന് നനയണം, ആ സമയത്തെ എഴുത്ത് വരുള്ളൂ. അങ്ങനെ ആണ് എല്ലാ പാട്ടും. എല്ലാത്തിനോടും ഒരു ആത്മാർത്ഥത കാണിക്കാറുണ്ട്. വിദ്യാസാഗർ പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ടെഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരു 60% പാട്ടെഴുത്തുകാരനും 40% മ്യൂസീഷ്യനും ആവണം എന്നുള്ളത്. സംഗീതം മനസ്സിലാക്കണം. പാട്ട് എഴുതുന്നതും കവിത എഴുതുന്നതും രണ്ടും രണ്ടാണ്. സർ രണ്ടും ചെയ്യുന്ന ആളാണ്. ഈ ലളിതഗാനം എഴുതുന്നതാണെങ്കിലും നാടകത്തിന് പാട്ട് എഴുതുന്നതാണെങ്കിലും സിനിമയ്ക്ക് പാട്ട് എഴുതുന്നതാണെങ്കിലും അതേസമയം കവിത എഴുതുന്നതാണെങ്കിലും ഈവൻ ഗദ്യം എഴുതുന്നതാണെങ്കിൽ പോലും ഇത് എല്ലാം ഓരോ മീഡിയങ്ങളാണ്. അപ്പം മ്യൂസിക്കിനെ കണ്ടെത്തുന്നത്, മ്യൂസിക്കിനെ മനസ്സിലാക്കുന്നത്, ഈ 19 വയസ്സ് വരെയുള്ള ജേണിയിൽ ഒരു മ്യൂസിക് ജേണി എന്തായാലും ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ്? ഞാൻ ഒന്നിനും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അമിതമായ ആഗ്രഹമുണ്ടായിരുന്നു. വയലാറിൻ്റെ നാട്ടിൽ ജീവിച്ചതുകൊണ്ട്, തുലാമ്പത്തിന് വയലാറിൻ്റെ വീട്ടിൽ മുടങ്ങാതെ പോയതുകൊണ്ട് ഒക്കെ ആ മനുഷ്യൻ എന്നെ വല്ലാതെ ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ട്. വല്ലാതെ. കാര്യം 8ാം ക്ലാസ് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നൊരു മനുഷ്യൻ, ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളുള്ളൊരു മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് വിജയിച്ച് ഒരുപാട് പേരുടെ ഇഷ്ടക്കാരനായി മാറിയതെന്ന ചരിത്രം, ആ ചരിത്രത്തിൽ നിന്നാണ് എനിക്ക് ആ വഴിയെ സഞ്ചരിക്കണം എന്നൊരാഗ്രഹം തോന്നിയത്. പിന്നീടാണ് പഠിച്ച് ഓരോന്ന് നിരന്തരമായി വായിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ പിന്നീടാണ്. അപ്പോൾ സംഗീതം ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിരന്തരമായി ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയുന്നത് പോലെ മഹാന്മാരുടെ അടുത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്. അവർ അറിയാതെ തന്നെ അവരുടെ ആ സാംസ്കാരിക ഗരിമ നമ്മളിലേക്കൊരു ചെറിയ നൂൽ നദി പോലെ ഒഴുകി വരുമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അറിയാതെ ഈ മീറ്ററുകളും സംഗീത ബോധവും, ഒരു രാഗം കേട്ടാൽ ഇന്ന രാഗമാണെന്നൊക്കെ പറയാൻ പറ്റിയ, ശാസ്ത്രീയ സംഗീതം നന്നായി പഠിച്ചവർക്ക് പോലും ചില രാഗങ്ങൾ കണ്ടുപിടിക്കാനാവില്ല. നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഇന്ന ആഭേരിയാണ് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് മനസ്സിലാവുന്നത് നിരന്തരമായ അന്വേഷണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഒരു പാഷൻ ഉള്ളിലുള്ളത് കൊണ്ടുമാണ്. ഇത് ഞാൻ സാറിനോട് ആദ്യം സംസാരിക്കുന്ന സമയത്ത് സാർ എന്നോട് ഫോണിൽ പറയുന്നത് ഞാൻ ഡേറ്റ് ഡയറിയിലാണ് കുറിച്ച് വയ്ക്കുന്നത് എന്നാണ്. ഇതെൻ്റെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് മാത്രം ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴും പേനയും പേപ്പറും വെച്ചാണ് എഴുതുന്നത്? തീർച്ചയായിട്ടും. എനിക്ക് അല്ലാതെ കമ്പ്യൂട്ടർ ഇപ്പോഴും എൻ്റെ ചങ്ങാതി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡയറിയിൽ കുറിച്ചിടും. ഡയറിയിൽ കുറിച്ചിടാൻ കാര്യം എല്ലാ ദിവസവും എനിക്ക് പബ്ലിക് മീറ്റിംഗ്സ് ഉണ്ട്, സാംസ്കാരിക സമ്മേളനങ്ങൾ ഉണ്ട്. എല്ലാ ദിവസവും വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ് എൻ്റേത്. പാട്ടെഴുത്തുകൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണെങ്കിലും, പാട്ടെഴുത്താണ് അതിന് കാരണമെങ്കിലും, പാട്ടിൽ ഒതുങ്ങാത്ത ഒത്തിരി കാര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കാനുള്ള വേദിയെ ഞാൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യക്ക് അകത്തും പുറത്തും നിരന്തരമായി. പക്ഷേ ഈ ഒരുപക്ഷെ മറ്റു ഗാനരചയിതാക്കൾക്കൊന്നും അത്രയേറെ വേദികൾ ദിവസവും ഇല്ല. അത് എന്നെ ആഘോഷിപ്പിക്കുന്നുണ്ട് ഉള്ളിൽ. അപ്പോൾ അത് നിരന്തരമായി സമയം ചാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഡയറി കാത്തു സൂക്ഷിക്കാറുണ്ട്. ആ ഡയറി നോക്കിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നത്. ഇവിടെ വരിക, നാളെ ഇന്നത്, ഇതിന് ശേഷം 2 സമ്മേളനങ്ങളുണ്ട്, അതിന് കിട്ടുന്ന പൈസയുണ്ട്. പാട്ടെഴുത്തിൽ കൂടുതൽ പൈസ അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. പാട്ട് കാരണമാണ്. അപ്പോൾ പാട്ടിൽ ഒതുക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ടിൽ നമുക്ക് പറയാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഒരു മൈക്കിന് മുമ്പിൽ ന്യൂനപക്ഷത്തോടാണെങ്കിലും പറയാം എന്നുള്ള സാധ്യത. ഈ തിരക്കുകൾ നമ്മൾ എല്ലാം നിയന്ത്രിക്കുന്നത് ഡയറിയിലാണ്. പിന്നെ കമ്പ്യൂട്ടർ നോക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ഹൃദയം പഠിച്ചെടുത്തിട്ടില്ല. സാർ പറയുന്ന അഭിമുഖങ്ങളിൽ നിന്ന് ചോർത്തെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആളുകളുടെ പേര് പറയാം, അവരുമായിട്ടുള്ള ഫേവറേറ്റ് മെമ്മറി പറഞ്ഞാൽ മതി. MG ശ്രീകുമാർ. ശ്രീകുമാറേട്ടൻ യേശുദാസിനേക്കാൾ കൂടുതലൊന്നും എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആളാണ്. സൈക്കിളിൽ ഒട്ടി ഒത്തിരി ഗ്രാമങ്ങളിലേക്ക് ഞാൻ കുട്ടിക്കാലത്ത് യാത്ര ചെയ്തത് ഈ മനുഷ്യനെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. പിന്നീട് ആ മനുഷ്യനെ ഞാൻ നേരിട്ട് കണ്ടു. എന്നെ ഒരു അനിയനെ പോലെ ചേർത്ത് നിർത്തി ഒത്തിരി അവസരങ്ങൾ നൽകി. ഏറ്റവും കൂടുതൽ അവസരങ്ങൾ നൽകി എന്നെ ചേർത്ത് നിർത്തിയ എൻ്റെ ചേട്ടനാണെന്നൊന്നും ഞാൻ പറയില്ല. അദ്ദേഹം പറയൂ എൻ്റെ പ്രിയപ്പെട്ട അനുജനാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ട ദൈവം എന്നാണ് മനസ്സിൽ എപ്പോഴും ആലോചിക്കാറുള്ളത്. ചേട്ടനെന്നൊക്കെ പറയുമ്പോൾ ചെറിയ വാക്കായി പോകുന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് ആദ്യമായി ഒരു അയ്യപ്പ ഗാനം എഴുതാൻ അവസരം തന്നു. ആ അയ്യപ്പ ഗാനം ഇപ്പോഴും കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റാണ്.
സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ മല്ലരാക്കി തീർക്കണേ എന്ന പാട്ട്. അപ്പോൾ അതിലെഴുതിയിട്ടുണ്ട്, നീ തന്നതല്ലോ ഈ ജീവിതം. അയ്യപ്പനല്ല, ശ്രീമാനേട്ടനാണ് എനിക്ക് ആ ജീവിതം തന്നതെന്ന് ഞാൻ എപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ ഓർക്കും. അദ്ദേഹം 12 പടത്തിൽ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ 10ലും എന്നെക്കൊണ്ടാണ് എഴുതിച്ചത്. അദ്ദേഹം ഒരു സിനിമ നിർമ്മിച്ചപ്പോഴും എത്രയോ സുഹൃത്തുക്കളുണ്ടായിട്ടും രാജീവ് എഴുതിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഗിരീഷ് പുത്തഞ്ചേരിക്ക് ശേഷം ഏറ്റവും മാനസിക ഐക്യമുള്ള ഗാനരചയിതാവ് ഞാനാണ്, മിടുക്കനാണ് എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞു. ഇതൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രിയദർശൻ എന്ന് പറയുന്ന വിഖ്യാതനായ സംവിധായകനെ പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെ നിറഞ്ഞ ഓർമ്മകളാണ്, സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഒത്തിരി ഓർമ്മകളുള്ള ഒരു വലിയ മനുഷ്യൻ, സ്നേഹാലുവായ ഒരു മനുഷ്യൻ. A.R. റഹ്മാൻ. അത്ഭുതത്തോടെ മാത്രമേ ആ പേര് നമുക്ക് കേൾക്കാനാവൂ. അത്രയേറെ അത്ഭുതമുള്ള ആ മനുഷ്യൻ മലയാളത്തിലെ ഒരു ഗാനരചയിതാവിനെ 17 വർഷം മുമ്പ് വിളിച്ചു എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്. അത് എന്നെ തന്നെ ആയല്ലോ എന്ന്. ചേർത്തലയിലെ ഒരു ലൈബ്രറിയിൽ ഒരു സാധാരണ ഒരു സായന്തനത്തിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ റഹ്മാൻ്റെ മാനേജർ നോയൽ വിളിച്ചത് വഴി ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തി. ലോകമഹാത്ഭുതങ്ങളുടെ പട്ടികയിൽ നിന്നും താജ്മഹൽ പുറന്തള്ളപ്പെടുന്നതുകൊണ്ട് ഇന്ത്യയുടെ ഒരു മ്യൂസിക് മൂവ്മെൻറ്റായി ഭാരത സർക്കാരിൻ്റെ പിന്തുണയോടെ റഹ്മാൻ നടത്തിയ ഒരു സംഗീത വിപ്ലവം ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിലെ 5 ഗാനരചയിതാക്കൾ ഒരുമിച്ചു. ഗുൽസാറും വൈരമുത്തുവും ഒക്കെ പാട്ടെഴുതി താജ്മഹലിനെ കുറിച്ച്. സെയിം ട്യൂണിൽ അദ്ദേഹം താജ്മഹലിന് മുമ്പിൽ അഭിനയിച്ചു. അപ്പോൾ ONV സാർ എന്ന് പറയുന്ന വിഖ്യാതനായ നമ്മുടെ മഹാകവിയെയാണ് മലയാളത്തിൽ നിന്ന് അദ്ദേഹം കണ്ടുവച്ചിരുന്നത്. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് അദ്ദേഹത്തിന് പകരം അവിടെ എത്താൻ കഴിഞ്ഞു. ഇത്ര ലളിതമായി, വിദ്യയ്ക്ക് കവചമായി വിനയം ഉണ്ടാവണമെന്നാണ്. ഇത്ര വിനയപ്പെടുന്നൊരു മനുഷ്യനെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. അത്രയേറെ വിനയപ്പെട്ട് സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, വാത്സല്യത്തോടെ നമ്മളോട് ഇടപെട്ട്, നമ്മൾ അതിനേക്കാൾ വിനയപ്പെട്ട് വേണം നമ്മുടെ ജൂനിയേഴ്സിനോട് സംസാരിക്കാൻ എന്നെ പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യസ്നേഹിയായ സംഗീത ദൈവമാണ് A.R. റഹ്മാൻ. M. ജയചന്ദ്രൻ. M. ജയചന്ദ്രൻ എനിക്ക് സ്വന്തം ചേട്ടനാണ്. ഞങ്ങൾ ഒത്തിരി വട്ടം പിണങ്ങിയിട്ടുണ്ട്. അതെല്ലാം അടുത്തിരുന്നത് കൊണ്ടാണ്. അടുത്തിരിക്കുക മനസ്സിലുള്ളൊരു കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം എന്നാണ്. അടക്കി വയ്ക്കാതെ ഒടുക്കമാവോളം അകം പൊരുൾ തമ്മിൽ പകർന്നിരുന്നിടാം എന്നാണ്. അപ്പോൾ അടുത്തിരുന്നത് കൊണ്ട് കടുപ്പം ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമകളിൽ പാട്ടെഴുതാൻ അവസരം നൽകിയത് M. ജയചന്ദ്രനാണ്. ഞങ്ങൾ തമ്മിൽ 32 സിനിമകളിൽ വർക്ക് ചെയ്തു. അദ്ദേഹം എനിക്ക് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചു. കനകസിംഹാസനത്തിലെ പ്രിയതമേ ശകുന്തളെ, ഭാര്യ മക്കൾ മുതലേ ഇനിയും കൊതിയോടെ കാത്തിരിക്കുക, റോമൻസിലെ അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടെന്നോ ശാലപാടാം, അതുപോലെ തന്നെ മല്ലൂസിംഗിലെ കാക്കാമലയിലെ ഒരു കിങ്ങിണിക്കാറ്റ് വന്ന്, ഒത്തിരി മഹാമായ എന്ന ചിത്രയുടെ പിന്നെ ഭക്തിഗാനം, വളരെ സ്നേഹത്തോടെ ഒരുപാട് യാത്രകൾ നടത്തിയ, ഒത്തിരി നല്ല പാട്ടുകൾ എനിക്ക് നൽകിയ, എത്രയേറെ കാലം കഴിഞ്ഞാലും മറക്കാനാവാത്ത ആത്മബന്ധമുള്ള, ഒരുപാട് വട്ടം അടുത്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ. പുതിയ പാട്ടുകൾ, പുതിയ പാട്ടുകാരെ കേൾക്കാറുണ്ടോ? പുതിയ ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ട്. എല്ലാ പാട്ടുകളും എൻ്റെ മോനെ ആകാശ് എന്നെ കേൾപ്പിക്കാറുണ്ട്. കാരണം ആ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവരുതല്ലോ. പുതിയ പാട്ടുകളിൽ പ്രകൃതിയേക്കാൾ കൂടുതൽ മറ്റ് കാര്യങ്ങളാണ്. നേച്ചർ എന്ന് പറയുന്ന ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിൻ്റെ അഴകാഴങ്ങളുള്ള പാരമ്പര്യ ഗരിമയൊന്നും പുതിയ പാട്ടുകൾക്ക് ആവശ്യമില്ല. പക്ഷേ പാട്ടുകളിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള, ഇതൊന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ എഴുതുന്ന പാട്ടുകളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആശയ ഗരിമ ഉണ്ടാവുക എന്ന് പറയുന്നത് അസാമാന്യ കഴിവുള്ളവർ. പുതിയ ഗാനരചയിതാക്കളൊക്കെ അസാമാന്യ കഴിവുള്ളവരാണ്. നമ്മൾ പരിചയിച്ച ഒരുപാട് ശീലങ്ങൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവർ പുതിയ കാലത്ത് വളരെ ഗംഭീരമായി സഞ്ചരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ നിഷേധാത്മകമായല്ല കാണേണ്ടത്. നമ്മൾ ആരാധനയോടെയും അത്ഭുതത്തോടെയും ആണ് കാണേണ്ടത്. അങ്ങനെയാണ് ഞാൻ പുതിയ തലമുറയെ കാണുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഒത്തിരി പേരുണ്ട്. ഹരിനാരായണനുണ്ട്, വിനായക് ശശികുമാറുണ്ട്, മനു മഞ്ജിത്തുണ്ട്. അവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരാണ്. എന്നോട് വലിയ സ്നേഹ ബഹുമാനങ്ങൾ കാണിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ശൈലി ഓരോന്നും വ്യത്യസ്തമാണ്. പുതിയ കാലഘട്ടത്തിൽ അവരവരുടെ സംഭാവന ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തയാൾ ഉടനെ വരും. അങ്ങനെയാണ്. ഒരു 10-15 വർഷത്തിന് ശേഷം നമ്മൾ കേൾക്കാത്ത വേറൊരാൾ എഴുതിക്കൊണ്ടിരിക്കും.
ഈ ഇതുണ്ടല്ലോ, അതായത് പുതിയ ആളുകൾ വരുന്നു, അവരുടെ കൂടെ വേണം പാട്ട് എഴുതാൻ. അപ്പോൾ ഒരു അപ്ഡേഷൻ നടക്കണം ഇവിടെ. ആ അപ്ഡേഷൻ എങ്ങനെയാണ് ഉണ്ടാവണേ? നിരന്തരമായി നമ്മൾ യാത്ര ചെയ്യല്ലേ. അപ്പോൾ പുതിയ കാലത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യാത്ര. പുതിയ പിന്നെ ആൾക്കാർ എഴുതുന്നതിൻ്റെ ശൈലിയും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസും ഇനി ഞാനില്ല. ഞാൻ എന്ന് പറയുന്നൊരു അകത്തൊരാളുണ്ട്, അയാളാണ് എന്നെ കൊണ്ട് നടക്കുന്നത്. അയാളുടെ സൗന്ദര്യബോധം, രാജീവ് ആലങ്കൽ എന്ന് പറയുന്ന പുറത്ത് കാണുന്ന ഈ മുഖമുള്ള അകത്തൊരു രാജീവ് ആലങ്കൽ എന്ന പ്രതിഭയുണ്ട്. രാജീവ് എന്ന മനുഷ്യനെ കൊണ്ട് നടക്കുന്നത് ആ പ്രതിഭയാണ്. ആ പ്രതിഭ എപ്പോഴും ഇങ്ങനെ തിളങ്ങി നിൽക്കാത്ത ഒരു കോംപ്രമൈസിനും ഇല്ല. അതാണ് 4200 പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഇതിന് തത്തുല്യമായി മറ്റൊരാളില്ല എന്നുള്ളത് നമുക്ക് വിസിബിളാണ്. അപ്പം ഈ ഒരു ജേണി ഉണ്ടല്ലോ, ഇത് ഇന്ന് ഈ 50-ാം വയസ്സിൽ 50 എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായമാണ് ബാക്കിയുള്ളവരെ നോക്കുന്ന സമയത്ത്. അപ്പം അതിനെങ്ങനെയാണ് ഇങ്ങനെ പുറത്തുനിന്ന് ഒരാളായിട്ട് വീക്ഷിക്കുന്നത്? എങ്ങനെയാണ് ഈ 30 വർഷത്തെ യാത്രയിൽ ഇതൊക്കെ സംഭവിച്ചത്? ഈ നാടകത്തിലും സിനിമയിലും ആൽബത്തിലും ഒരുമിച്ച് പാട്ട് എഴുതിയതുകൊണ്ടാണ്. എല്ലായിടത്തും സജീവമായിട്ട് നിന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് കുറേ കഴിയുമ്പോഴേ വിലയിരുത്തപ്പെടുക. കാര്യം 38 വയസ്സിന് മുമ്പ് ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ യാത്ര, അത്ഭുതകരമായ യാത്ര, ഐതിഹാസികമായ യാത്ര, അനുഗ്രഹീതമായ യാത്ര നമ്മളിപ്പോൾ കൊണ്ടാടുകയാണ്. കാര്യം മുമ്പിലുള്ള ഗുരുക്കന്മാരെല്ലാവരും, സൂര്യന്മാരെല്ലാം പതുക്കെ കെട്ടുപോയി. അപ്പോൾ ഈ മിന്നാമിനുങ്ങ് സൂര്യനായി എന്നാണ് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ. അപ്പോൾ തോൽക്കുവാനല്ല ഈ ജീവിതം എന്നുള്ള തീർച്ചയ്ക്ക് പേരാണ് തമ്പി എന്ന് പറഞ്ഞ് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ സംഭാവനകളൊക്കെ വിലയിരുത്തുന്ന ഒരു കാലം ഉണ്ടാവും. എനിക്ക് ഈ മഹാപ്രതിഭകളോടൊപ്പം, മഹാസൂര്യന്മാരോടൊപ്പം ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് പറയാനുള്ളൊരു കാലമുണ്ടാവും. ആ സമയത്ത് ഈ അരയക്കുടി രാമാനുജയ്യങ്കാർ എന്ന് പറയുന്ന ഒരു കച്ചേരി സമ്പ്രദായം ഉണ്ടാക്കിയ ഒരു വലിയ സംഗീതജ്ഞനുണ്ട്. അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ട് ശരിയാകുന്നില്ല എന്ന് മുമ്പിലിരുന്ന ഒരാൾ പറഞ്ഞു അത്രേ. അതിനുശേഷം അദ്ദേഹം ലെജൻഡായി മാറുകയും അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ട് ഈ കക്ഷി തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അരയക്കുടിയോട് പറഞ്ഞു, അരയക്കുടി നോം ഒരു 3-4 വർഷമായി ശ്രദ്ധിക്കുന്നുണ്ട്, പാട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അരയക്കുടി പറഞ്ഞ മറുപടി, 3-4 വർഷമായി എൻ്റെ പാട്ടല്ല ശരിയായത്, താങ്കളാണ് എന്ന് പറഞ്ഞതുപോലെ ചിലർ ശരിയാവുമ്പോൾ ഇതൊക്കെ വിലയിരുത്തപ്പെടും. ഇനി അങ്ങോട്ടുള്ള ജേണി എന്താണ് മുന്നിൽ കാണുന്നത്? ഈ ശ്വാസം നിലയ്ക്കോളം എഴുതണം എന്നുള്ളതാണ്. അതിനുള്ള അവസരങ്ങൾ സമൃദ്ധമായി ലഭിക്കുക തന്നെ ചെയ്യും. കാര്യം ജീവിതത്തിൽ എല്ലാ പ്രാർത്ഥനകളും ഒരേ ബിന്ദുവിലേക്കാവുമ്പോൾ പ്രകൃതി അതിന് കനിഞ്ഞ് പല അവസരങ്ങൾ നൽകും. ഈ 23 വർഷം മുമ്പ് സിനിമയിൽ എഴുതിയ ഒരാൾ ഇപ്പോഴും സിനിമയിൽ എഴുതുന്നു, 1-2 ആയാലും അതൊരു വലിയ ഭാഗ്യമാണ്. കാസറ്റിലും അതുപോലെ തന്നെ പിന്നെ ഓഡിയോ രംഗത്തും അതുപോലെ തന്നെ നാടകത്തിലും ഒക്കെ എഴുതി ഗാനരംഗത്ത് സജീവമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഭാഗ്യം. പാട്ടെഴുത്തിന് ഒരുപാട് വിപുലമായ മേഖലകളുണ്ട്. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ദേശഭക്തി ഗാനങ്ങൾ, പുതിയ ലളിതഗാനങ്ങൾ, പുതിയ കുട്ടിപ്പാട്ടുകൾ, ഇതൊക്കെ നമ്മുടെ പേരിലാണല്ലോ. അപ്പോൾ ഒരുപാട് ഓഡിയോ കമ്പനികളുമായിട്ടുള്ള നിരന്തരമായ ബന്ധം കാരണം ഇങ്ങനത്തെ പാട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും പാട്ടുകൾ ആവശ്യമാണ്. ചില പാട്ടുകൾ പുതിയ കാലം ആവശ്യപ്പെടുന്നുണ്ട്. അത്തരം പാട്ടുകൾ നമുക്ക് ചെയ്യാം. നമ്മുടെ രംഗം, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഈ എഴുത്ത് തന്നെയാണ്. ഈ എഴുത്ത് ഭംഗിയാകുമ്പോൾ കിട്ടുന്ന അനുകൂലമായിട്ടുള്ള സ്നേഹമാണ് മറ്റ് ചില സ്ഥാനമാനങ്ങളൊക്കെ. അങ്ങനെയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആശാൻ സ്മാരകത്തിൻ്റെ ചെയർമാനൊക്കെ ആയത്. പക്ഷെ അതൊന്നും നമ്മളെ ഭ്രമിപ്പിക്കുന്നില്ല. എഴുത്താണ്. ഈ എഴുതുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ടേ കാണുന്നില്ല. ഒരു 12 വരിയിൽ ഒരു സിനിമയുടെ കഥ ഒതുക്കാൻ ആ 12 വരിയിലെ 2 വരിയിൽ ഇപ്പോൾ അങ്ങ് ജീരകപ്പാടം അതിനക്കരെ പോയ കുഞ്ഞു സൂര്യനെ തേടി അലയാം, അതാണ് മല്ലൂസി. ജീരകപ്പാടം അതിനക്കരെ പോയ കുഞ്ഞു സൂര്യനെ എൻ്റെ കഥയാണ് മല്ലൂസി. അപ്പം ഇങ്ങനെയൊക്കെ എഴുതാൻ കിട്ടുന്ന അപൂർവമായ സൗഭാഗ്യം ആഹ്ലാദത്തോടെ കൊണ്ടാടുകയാണ് ജീവിതം. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് ആളുകൾ ഓർക്കണം എന്നാഗ്രഹിക്കുന്നത് രാജീവ് ആലങ്കൽ എന്ന വ്യക്തിനെ? ഒരുപാട് കാലം കഴിഞ്ഞാൽ, ഒരു 100 വർഷം കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ ഓർത്തിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അവരുടെ സന്തോഷത്തിലും സൗഭാഗ്യത്തിലും സന്താപത്തിലും
പ്രതീക്ഷയിലും വേവലാതിയിലും വിഹുലതയിലും അവർക്ക് കൊണ്ടാടാനുള്ളൊരു പാട്ട് ഞാൻ എഴുതിയതാണെന്ന് ഉള്ള ഒരു വല്ലാത്ത സന്ദർഭമുണ്ടല്ലോ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് ഇനിയും കൊതിയോടെ കാത്തിരിക്കാമെന്ന് ഒരു സിനിമയിൽ എഴുതിയപ്പോൾ, അത് മറ്റൊരച്ഛന് വേണ്ടിയാണെങ്കിലും അത് എൻ്റെ അച്ഛന് വേണ്ടിയാണ്. അത്തരം അച്ഛന്മാരെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ആ പാട്ട്. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ എന്ന് പുതിയ ജോലിക്ക് വേണ്ടി ചട്ടക്കാരിൽ എഴുതുമ്പോൾ അത് ഒരുപാട് ജോലിമാരുടെ വല്ലാത്ത വ്യാകുലതകളാണ്. ഇങ്ങനെ ജീവിത സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്തി കാലങ്ങൾ കഴിഞ്ഞും നമ്മളില്ലാതാകുമ്പോഴും നമ്മുടെ എളിയ പാട്ടുകൾ കൊണ്ടാടപ്പെടാനുള്ള ഭാഗ്യമുണ്ടാവണം എന്നുള്ളതാണ് എക്കാലത്തെയും വലിയ പ്രതീക്ഷ. അങ്ങനെ തന്നെ ഓർക്കപ്പെടട്ടെ. ഞങ്ങളും പാട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.